നിർത്തി പോകുന്നില്ലടാ മൈരെ, വേണേ ബ്ലോക്ക് ആക്കി പോടാ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ രേണു സുധിയുടെ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് കേട്ട് കാണുമായിരിക്കുമല്ലോ. കണ്ടു കാണും ഭൂരിഭാഗം ആളുകളും. അതിനകത്തോട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് ഒരാൾ രേണു സുധിക്ക് വേണ്ടി പൊട്ടി പൊട്ടി പട്ടിയെ പോലെ കരയുന്നൊരു ഇതുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രേണുസുധീരൻ തമിഴ് പാട്ട് ഞാൻ കേട്ടു. ഞാൻ ചിന്തിക്കുക, ഈ വീട്ടിലിരിക്കണം ഈ ചേച്ചിമാർക്ക് കുറ്റം പറയണ സമയം കൊണ്ട് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാൻ പാടില്ലേ? അവരെ കഴിവ്. ഈ വീട്ടിലിരിക്കുന്ന ചേച്ചിമാര് സ്വന്തം വീട്ടിൽ വരുന്ന കിട്ടിയമാർക്ക് ചോറിന് ഉപ്പുണ്ടോ കഞ്ഞിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കൂല. ഈ രേണുസുധീരെ കുറ്റം പറയണം. ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ പാട്ടൊന്ന് കേട്ടു, ഒരു തമിഴ് പാട്ട്. ഹേ ഗൈസ്, ഒരു ഉപദേശമാണ്, റിസ്ക് എടുക്കേണ്ടത്. അത് കേട്ടിട്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ കാട്ട വരാതായിരിക്കും. ചുമ്മാ പോയി തലോച്ച് കൊടുക്കണ്ട കേട്ടോ. പുള്ളിക്കാരൻ ആ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. നമ്മളൊക്കെ ആ പാട്ട് കേട്ടാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. എന്തിനാണ് സഹോദര? അല്ല, അയ്യോ വേണ്ട, അനാവശ്യമായ ബന്ധങ്ങളിലേക്കൊന്നും പോകണ്ട. അല്ലയോ മഹാനുഭാരപരി എന്തെങ്കിലും ആവട്ടെ, പുള്ളിക്കാരോ, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ കോമാളിയാകുന്നത്? പണ്ടേ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ഓർക്കുന്നു. ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാണ് സ്വയം കോമാളിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന സമയത്ത് വേറെ വല്ല നല്ല ജോലിക്കും പോയാൽ നിങ്ങൾക്ക് 4-10 പൈസ ഉണ്ടാക്കാം. സ്വന്തം വില കളയല്ലേ. രേണുച്ചുടി പാടിയ പാട്ട് നല്ലതാണോ ചീത്തതാണോ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ? അത്രയ്ക്ക് മോശമായിരുന്നു പാട്ട്. നിങ്ങൾ ഇങ്ങനെ ഇതാക്കുന്ന കഷ്ടം. തിരിഞ്ഞു നിന്ന് കണ്ണിൽ തുപ്പലാക്കിയിട്ടാണ് കരഞ്ഞതെന്ന് ആരും കാണാണ്ട് പോരുത് കേട്ടോ. പുള്ളിക്കാരൻ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ആർട്ടിഫിഷ്യലായിട്ട് ഈ സ്ത്രീക്ക് വേണ്ടി കരയുന്നത്. എന്നിട്ട് ഈ മൊയ്ത് പിടിച്ച സ്ത്രീ ആ വീഡിയോ എടുത്തിട്ട് കൊളാബ് ചെയ്തിട്ട് സ്വന്തം ചാനലിലൂടെ പബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവർ ശരിക്കും പൊട്ടത്തിയാണോ? മറ്റുള്ളവർ ഇവരെ പേരും പറഞ്ഞ് കോമാളിത്തരം കാണിക്കുന്ന സമയത്ത് ഇവരത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരുടെ പ്രൊഫൈലിൽ അത് ഷെയർ ചെയ്തിട്ട് ഒരു കോമാളിയായിട്ട് നിന്ന് കൊടുക്കുക. 10 പൈസയ്ക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ മണ്ടൻ എന്നെങ്കിലും വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ മണ്ടത്തി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. അതുപോലും ഇല്ല. പിന്നെ ചേച്ചീൻ്റെ ഒരു മാസ്മരിക പെർഫോമൻസ് ഉണ്ട്. ഏതൊരാൾ തെറി പറയുന്നത്, ചേച്ചി ഇപ്പോഴും തെറി പറയുന്നത് മാസമാണെന്ന് കരുതുന്ന ഒരു പുള്ളിക്കാരിയാണ്. എന്താണെങ്കിലും ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മൈരെ, വേണേ ബ്ലോക്ക് ആക്കി പോടാ. മാസ് ഈ ഡയലോഗ് പറയാൻ വേണ്ടിയാണോ ചേച്ചി കുറച്ച് നേരം ഇരുന്നിട്ട് കൊഞ്ചിയത് അല്ലെങ്കിൽ കുഴഞ്ഞത്? അയ്യോ, തെറി പറയുന്നതൊക്കെ ഇത്രയും മാസമാണല്ലേ. സിനിമ നടിയല്ലേ, പറയാലോ. പക്ഷേ ഇതേമാതിരി വേറെ ആക്ട്രസ്സുകളൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സിനിമാ നടിയാണെങ്കിലും സീരിയൽ നടിയാണെങ്കിലും ആവറേജ് നല്ല നല്ല ആൽബങ്ങൾ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും അവരുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലുള്ള ആ ഒരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ഇവർക്ക് അതില്ലാത്തതുകൊണ്ട് ഇവർക്ക് പിന്നെ എന്തോ ആവാമല്ലോ. ഇവരുടെ മിക്ക വീഡിയോസിലും കാണാം. ഇപ്പോൾ അതിൻ്റെ ശേഷം നിങ്ങളെൻ്റെ തെറി കേൾക്കും. ഡയറക്ടറോട് പറയുന്നതാണ്, വേഗം തീർത്തിട്ടില്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്ന തെറി നിങ്ങൾ കേൾക്കും. ജാട താരം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയാണെങ്കിലും തമാശയ്ക്ക് വേറെ വാക്കുകളാണ് വിളിക്കുന്നത്. ഇപ്പോൾ അതൊരു ട്രെൻഡായിരുന്നല്ലോ. ഇപ്പോൾ അല്ല, കുറച്ച് മുമ്പ് കണ്ണാപ്പി സ്റ്റേജിൻ്റെ സമയത്താണെന്ന് തോന്നുന്നുണ്ട് അതൊരു ട്രെൻഡായിരുന്നു. കൂട്ടുകാരെ കണ്ടാലും കൂട്ടുകാരൻ്റെ പേരൊക്കെ മാറ്റി എടാ, കൂട്ടുകാരികളെ കണ്ട എടി. ഇപ്പോൾ ട്രെൻഡൊക്കെ മാറി ചേച്ചി. ഇപ്പോൾ ആൾക്കാരും പരസ്പരം അങ്ങനെ വിളിക്കുന്നില്ല. ഇതൊരു തെറിവാക്കാണ്. ഈ സാഹചര്യത്തിൽ നാം ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുന്നു. അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. അത് തന്നെ ഞാൻ പറയാം, നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പം പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. തങ്കച്ചൻ ചേട്ടൻ മക്കളെ ഇങ്ങനെ നല്ലതായിട്ട് വളർത്തുന്നതിന് എന്തെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളോ എടുത്തു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വല്ല ട്യൂട്ടോറിയൽസോ ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ആളുകൾക്ക് നല്ല നല്ല അച്ഛന്മാർ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ് വരാൻ അതൊരു ഉപകാരമായിരിക്കും. ചേച്ചിയെ വളർത്തിയ രീതി കണ്ടിട്ട് ചോദിച്ചതാണേ. പുള്ളിക്കാരിനെ തന്നെ വീഡിയോൻ്റെ താഴെ ഇട്ടിട്ട് ഐ ആം ഹാപ്പി. നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടാൽ എനിക്ക് മുടിയാണ്, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ വീഡിയോൻ്റെ താഴെ ചേച്ചി റീച്ച് കുറയുന്നു. ഇപ്പോൾ കാണിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ് റീച്ച് ഇട്ടാൽ എനിക്ക് ഇതാണെന്ന് പറയുന്ന വീഡിയോൻ്റെ താഴെ ഒരു സ്ത്രീ പോയി കമൻറ്റ് ഇട്ടു, ചേച്ചി റീച്ച് കുറയുന്നു, സുധിച്ചേട്ടൻ്റെ കൂടെയുള്ള ഫോട്ടോ ഇടാമോ?
പുള്ളിക്കാരി അത് അതേമാതിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ പേടിയാണെന്ന് തോന്നുന്നു. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, പാവം. കാരണം അറിയാം പൊങ്കാല കിട്ടുന്നത്. ഈ വീഡിയോൻ്റെ കൂടെ ആ ചെക്കനുണ്ടല്ലോ, രണ്ടാമത്തെ കൊച്ച്, അതിനെയും കൂടെ പിടിച്ചു വെച്ചിട്ട് ഓരോ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാൻ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവർ പരിഹസിക്കുകയാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോസിൽ ഇവർ തന്നെയാണ് പരിഹാസപാത്രമായിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ ഏതൊരു ടെലിവിഷൻ പ്രോഗ്രാമിൽ വരെ സുധിച്ചേട്ടൻ്റെ ട്രോഫി കട്ടനടി കയറ്റിയത് ട്രാജഡി ആയ സ്ഥിതിക്ക് അതിലും വലിയ അപമാനം നിങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങൾ വഴി അതിലും വലിയൊരു നാണക്കേട് ആ കിച്ചു എന്ന് പറയുന്ന മകനും കൊടുക്കാനില്ല. കാരണം അവൻ്റെ അപ്പൻ അധ്വാനിച്ച് രാപ്പകലില്ലാതെ അധ്വാനിച്ച് നേടിയെടുത്ത കഴിവ് കൊണ്ടും കല കൊണ്ടും നേടിയെടുത്ത ട്രോഫികളാണ് നിങ്ങൾ ചാക്ക് കെട്ടി കട്ടിനടിയിലിട്ടത്. ആ ഒരു ഇൻസിഡൻ്റാണ് ആളുകൾ എടുത്ത് വെച്ചിട്ട് റീലാക്കിയതും നിങ്ങളെ ആ ഒരു ടെലിവിഷൻ ചാനലിലൂടെ കോമഡിയാക്കി പുറത്തു വിട്ടതും ഒക്കെ വളരെ നല്ലതാണ്. ആസ് എ മദർ, ആസ് എ സ്റ്റെപ്പ് മദർ, കിച്ചുവിൻ്റെ അമ്മ എന്ന നിലയിൽ കിച്ചുവിന് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ വലിയ ഓർമ്മ സമ്മാനം അതായിരിക്കും. കാരണം സ്വന്തം അപ്പൻ്റെ കഷ്ടപ്പാട് ഇത്ര നിസ്സാരമാണ് എന്ന് സ്വന്തം അമ്മ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അന്തസ്, അടിപൊളി. ഇനി ഇവരുടെ റേറ്റ് ബേരം പേശുന്ന പ്രക്രിയയിലോട്ട് പോകാം. പുള്ളിക്കാരിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കരിഷ്മയാണ്. ഇത് ഷെഫിനത്താൻ്റെ ചാനലിൽ വിട്ടിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളീൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോസിന് ആരാധകരുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന UK-ലോ പുറത്തോ ഉള്ള ഭാര്യമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ ചേർന്നിട്ടുണ്ടോ എന്ന് ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നോക്കുക ഭർത്താവ് അതിൽ വല്ല അംഗത്വം എടുത്തിട്ടുണ്ടെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഓരോരുത്തരായിട്ട് കോഴിത്തരം പറയാൻ തുടങ്ങാനും ഇവരുടെ റേറ്റ് സംസാരിക്കലും നേരിട്ട് കാണലൊക്കെയാണ് പരിപാടി തുടങ്ങുന്നത്. ഇത് കണ്ടിട്ടും ഈ സ്ക്രീൻഷോട്ട് പുറത്ത് വിട്ടിട്ടും ഇവരുടെ ഏർപ്പാട് അറിഞ്ഞിട്ടും ഇവരുടെ ഈ കാര്യങ്ങൾ കണ്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ മെൻറ്റാലിറ്റിയും കൂടെ നിങ്ങൾ ആലോചിക്കും. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ അത്തരത്തിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവരൊക്കെ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നാളെ അവരുടെ വീട്ടിൽ അവരുടെ അമ്മയോ പെങ്ങളോ ഭാര്യയോ മകളോ അവരോ തന്നെ ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അതിശയിക്കാനൊന്നുമില്ല. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അപ്പം ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ, അതല്ലാന്നുണ്ടെങ്കിൽ അവരറിയുന്ന ജസ്റ്റ് അറിയുന്ന ഒരു വ്യക്തി ഒരു കിസ്സിങ് ഇമോജി 2 തവണ ഇട്ടിട്ടുണ്ട്. യാ ആക്കാം, ഐ ആം ഇൻ UK, ഹൗ മച്ച് യു വിൽ സജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ UK-യിലാണ്, നേരിട്ട് കാണാൻ എത്ര രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും, അതൊക്കെ എന്താണ് മാനേജറാണ് സംസാരിക്കുക. പുള്ളി ഹാർട്ടിൻ്റെ ചിഹ്നം കിട്ടുന്നുണ്ട് കേട്ടോ, നേരിട്ട് മീറ്റ് ചെയ്യാം. പൈസയൊക്കെ തരികയാണെങ്കിൽ ഞാൻ എന്തിനും തയ്യാർ. ചങ്ങലക്കിട്ട കൊമ്പനി അഴിച്ചു വിടുന്ന കണക്കിന് ചേച്ചി അന്ന് മസിൽ പെരുപ്പിച്ച് നിൽക്കുക. എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാ എന്ന് പറഞ്ഞില്ല, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. എൻ്റെ മാനേജറെ വിളിച്ചാൽ മതി, പുള്ളിക്കാരി എല്ലാം പറയും. ഇതായിരുന്നു നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ ഹോണസ്റ്റ് മറുപടി. തങ്കച്ചൻ ചേട്ടൻ കാണുന്നുണ്ടല്ലോ അല്ലേ, മോള് എത്ര പൈസ തരുന്നുണ്ട് ആളുകളെ കാണാനൊക്കെ പോയിട്ട്? പുള്ളിക്കാരിൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ അംഗത്വമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഈ പുള്ളിക്കാരി കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഓരോ വീഡിയോസിനും ഈ പുള്ളിക്കാരൻ ഉമ്മ കൊടുക്കുന്നുണ്ട്, ഹാർട്ടിൻ്റെ ചിഹ്നം ഇടുന്നുണ്ട്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട്. ഇത് ഒരു പുരുഷൻ്റെ കാര്യമാണ്. ഇതേമാതിരി എന്തോരം പുരുഷന്മാർ ഇവരുടെ ഇൻബോക്സിൽ പോയിട്ട് ഇവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ട് മെസ്സേജ് ഇത് കാണിക്കുന്നത് വേറൊന്നുമല്ല, ഭജന വായിക്കുകയൊന്നുമല്ല, ഖുറാൻ വായിക്കുക, ബൈബിൾ വായിക്കുക, അതൊന്നുമല്ല അവർ സബ്സ്ക്രിപ്ഷൻ വീഡിയോ തുറന്നു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരും അങ്ങനെ കരുതണ്ട. സ്വന്തം ശരീരഭാഗങ്ങൾ തുടയും മറ്റും മറിച്ചതും ആൾക്കാർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ആളുകളുടെ കാമാസക്തി മുതലെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിയാണ്. മനസ്സിലായോ? ആ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ താങ്ങാൻ കുറേ തലയ്ക്ക് വെളിവില്ലാത്ത സ്ത്രീകൾ. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ മെസ്സേജ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇതിൻ്റെ താഴെ ഇനി വേറെ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെയും വീണ്ടും തുട കാണിച്ചിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ വീഡിയോയ്ക്ക് ഈ പുള്ളിക്കാരൻ അവരുടെ സ്റ്റോറിക്ക് റിപ്ലൈ കൊടുത്തു എന്ന് മാത്രം. വേറെ എന്താ എഴുതിയെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ താഴോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏതാണ്ടൊക്കെയോ ചാറ്റോ കാര്യങ്ങളോ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഷഫീനത്താൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട്സാണ്. അപ്പോൾ ഇത് യൂട്യൂബേഴ്സിനോ മറ്റു ആൾക്കാർക്കോ ഇവർ കൈമാറത്തില്ല. ഏതെങ്കിലും രീതിയിൽ നിയമപരമായ നടപടികൾ വരികയാണെങ്കിൽ അധികാരികൾക്ക് മാത്രമേ കൈമാറത്തുള്ളൂ എന്ന് ഇത്താൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും അതിൻ്റെ പിന്നാമ്പുറം ചകഞ്ഞ് പോകുന്നില്ല, സ്ക്രീൻഷോട്ട് ചോദിച്ച് യാചിക്കുന്നില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം വേറൊന്നുമല്ല, പുള്ളിക്കാരി ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ, ഫേസ്ബുക്ക് പറയുന്നില്ല, അത് അടിച്ച് പോയല്ലോ. ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ തന്നെ ഓരോരുത്തർ കമൻറ്റ് ഇടുന്നുണ്ട്, ഇത് ഗോൾഡിൻ്റെ സാധനങ്ങൾ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി ചാറ്റും കാര്യങ്ങളും കോൺടാക്റ്റും ഒക്കെ നടന്നിട്ടുള്ളത് FB വഴിയാണ്. അപ്പോൾ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി അവർ തന്നെ കാട്ടിക്കൂട്ടുന്ന ഡ്രാമയാണെന്നൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നറിയത്തില്ല. എന്താണെങ്കിൽ അടിച്ച് മിന്നിച്ച് പോയതാണെങ്കിലും ഇനി ഇവർ പോക്കിയതാണെങ്കിലും ആ സാധനം ഇനി എടുത്തുകൊണ്ട് വരാതിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ ഹസ്ബൻഡ്സിനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നാളെ ഈ സ്ത്രീനെ ഇതേമാതിരിയൊക്കെ മീറ്റ്
ചെയ്ത് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് തിന്നാൻ തരേണ്ട പൈസ ഈ സ്ത്രീനെ എണ്ണാക്കി കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അവരുടെ കൂടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ മക്കൾ പൈസ ചിലവാക്കുന്നതിൽ എന്തുകൊണ്ടും നല്ലത് മുളയിലേ നുള്ളുന്നതാണ്. കാരണം ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോൻ്റെ അകത്ത് തന്നെ 2500 മേലെ 3000 താഴെ ആളുകളുണ്ട്. ഇവർ പറയുന്നുണ്ട് അതിൽ പെൺകുട്ടികളുണ്ട്, പ്രൊഫൈൽ നെയിം ഒക്കെ സ്ത്രീകളുടെയാണ്. തീരെ വിവരമില്ലാത്തൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഫോട്ടോയും പെൺകുട്ടികളുടെ പേരും വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് ഭൂരിഭാഗം പുരുഷന്മാർ തന്നെയാണ്. അത് അവരുടെ കമൻറ്റ്സ്, അവരുടെ പ്രൊഫൈൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും. ഈ സ്ത്രീകളുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പുരുഷന്മാർ മെസ്സേജ് അയക്കുന്ന പരിപാടിയൊക്കെ കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെയല്ല ഈ സ്ത്രീ ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് അവർ ചെയ്യുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്യണം. എൻ്റെ അക്കൗണ്ടിൽ സ്ത്രീകളുണ്ടെന്ന് പറയുമ്പോൾ അതൊരു കമ്പനിയാണല്ലോ, അത് കരുതിയിട്ടായിരുന്നിരിക്കണം പറയുന്നത്. പക്ഷേ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ വഴി ഇവരോട് ചാറ്റ് ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. ഒരുപക്ഷെ ആ പുരുഷന്മാർ മാരീഡ് ആയിരിക്കും. അവരുടെ വീഡിയോയ്ക്ക് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 2500 to 3000 ആളുകളുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആരൊക്കെ ഇവരോട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇവർക്ക് ക്യാഷ് കൊടുത്ത് മീറ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊന്നും അറിയില്ല. ഈ കച്ച കെട്ടി ഇറങ്ങുന്ന പുരുഷന്മാരുടെ വീട്ടിലെ ഭാര്യമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ, ഒരമ്മ, ഇതെല്ലാം ആയിരിക്കുന്ന ഈ ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലും ഇല്ല മറ്റൊരാളുടെ ഭർത്താവാണത്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ട് എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട്, എന്നെ മീറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പൊടിക്ക് അതുങ്ങണം ആ ഒരു ചിന്താഗതി പോലും ഇല്ലാതെ മറ്റ് ഭർത്താക്കന്മാരുടെ നെഞ്ഞത്തോട്ട് കുതിരേറാൻ പോകുന്ന ഈ സ്ത്രീനെ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ള ഡിക്ഷണറി പോലും പേരുണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ കുറച്ച് അവെയർ ആയിരിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഇടയിലോട്ടൊന്നും ഭർത്താക്കന്മാർ തല വെക്കാതെ നിങ്ങൾ ഭാര്യമാരെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവർക്കൊന്നും പോകാനില്ല. കാരണം ഇവർ സുധീനെ കല്യാണം കഴിക്കുന്ന സമയത്ത് സുധി മറ്റൊരാളുടെ ഭർത്താവായിരുന്നു. ആ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിക്കോട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാണുന്നവരെ ബൈ.